Hello everyone. In the previous lecture we have discussed about the Maxwell's equation in free space. In this video we will be looking at the Maxwell's equation in matter. Okay. ഒരു മാറ്ററിൽ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഫോം എഴുതുന്ന സമയത്ത് അതിൻ്റെ മാറ്ററിൻ്റെ പ്രോപ്പർട്ടി കൂടി അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഫോം എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വി സ്റ്റാർട്ട് വിത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിലുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ഗോസസ് ലോ, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. രണ്ടാമതായിട്ട് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് an equation which tells you that there is no magnetic monopoles. And third one is the Faraday's law. Okay, del cross E equal to minus dou B by dou T. And the fourth one is the modified Ampere's law. Okay, ഇനി നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ട് എഫക്റ്റുകളാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ എടുക്കുന്ന മാറ്റർ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ പോളറൈസേഷൻ എന്നുള്ള ഒരു ഫിനോമിനൻ ഒക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ദർ വിൽ ബി മാഗ്നറ്റൈസേഷൻ. ഓക്കെ, ഈ രണ്ട് ഫിനോമിനനും നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ പ്രീവിയസ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഒരു ഷോർട്ടായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മളൊരു മെറ്റീരിയൽ എടുക്കുകയെന്ന് വിചാരിക്കുക, അത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കാൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കാണ്, പ്ലസ് സൈൻ ഇവിടെയും മൈനസ് സൈൻ ഇവിടെയും. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് മെറ്റീരിയലുള്ള ഓരോ ആറ്റംസിലും ഒരു ന്യൂക്ലിയസ്, പോസിറ്റീവ് സെൻറ്റർ ഓഫ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ നെഗറ്റീവ് സെൻറ്റർ ഓഫ് ചാർജസ് ആയി ആക്ട് ചെയ്യുന്ന ഇലക്ട്രോൺ ക്ലൗഡ്സും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് സൈഡിലേക്ക് ഇലക്ട്രോൺ ക്ലൗഡ്സ് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ അപ്പോൾ ഇലക്ട്രോൺ സ്ലൈഡ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിലേറ്റീവ് സെപ്പറേഷൻ ഉണ്ടാകും വിത്ത് പോസിറ്റീവ് സെൻറ്റർ ഓഫ് ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയസുമായിട്ടൊരു റിലേറ്റീവ് സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു ഡൈപ്പോളായിട്ട് ആക്ട് ചെയ്യാം. ഓരോ ഡൈപ്പോളിനും ഒരു ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡൈപ്പോൾ മൊമെൻ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഇൻഡ്യൂസ്ഡ് ഡൈപ്പോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈ മെറ്റീരിയൽ വെക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റൈസേഷൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി കാണാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഡൈപ്പോൾസ് ആണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് മാഗ്നറ്റിക് ഡൈപ്പോൾസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഡൈപ്പോൾസ് ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപ്പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തും സൗത്ത് പോള് ഇങ്ങനെ ഓരോ ആറ്റമിക് ഡൈപ്പോൾസും ഓരോ ആറ്റം ഒരു മാഗ്നറ്റിക് ഡൈപ്പോളായിട്ട് മാറും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഡൈപ്പോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറയുന്നത് സ്റ്റാറ്റിക് കേസിലാണ്. ഓക്കെ, സ്റ്റാറ്റിക് കേസ് ഇൻ ദ സെൻസ് പോളറൈസേഷൻ മാറുന്നില്ല, അതുപോലെ മാഗ്നറ്റൈസേഷൻ മാറുന്നില്ല. ഇത്തരത്തിലുള്ള സ്റ്റാറ്റിക് പോളറൈസേഷൻ കാരണം ഒരു മെറ്റീരിയലിൽ രണ്ട് തരത്തിലുള്ള ബൗണ്ട് ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബൗണ്ട് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് പോളറൈസേഷൻ യൂണിഫോം പോളറൈസേഷൻ ആണെന്ന് വിചാരിക്കാം. യൂണിഫോം പോളറൈസേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആറ്റമിക് ഡൈപ്പോൾസും ഈക്വൽ ഡൈപ്പോൾ മൊമെൻറ്റ്സ് ആണ് ഓരോ ആറ്റമിക് ഡൈപ്പോളിനും എങ്കിലും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, ഇവിടെ മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഈ ചാർജസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം ചാർജസ് ഓൺലി സർഫസിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്നത് കേസ് യൂണിഫോം പോളറൈസേഷൻ ആകുമ്പോഴാണ്. ഓക്കെ, ഇനി സപ്പോസ് ഇതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ചാർജിൻ്റെ സ്ട്രെങ്ത്ത് ഈ നെഗറ്റീവ് ചാർജിനെക്കാട്ടിലും കുറച്ച് കൂടുതലോ കുറവോ ആണെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകില്ല. അങ്ങനെ ബൾക്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ഇൻസൈഡിൽ ദർ വിൽ ബി ബൗണ്ട് ചാർജസ്. ആ ബൗണ്ട് ചാർജസിനെ പറയുന്ന പേരാണ് വോളിയം ബൗണ്ട് ചാർജസ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിനും നമുക്ക് എക്സ്പ്രഷൻ പ്രീവിയസ് ലെക്ചേഴ്സിലൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി യൂണിഫോം പോളറൈസേഷൻ ആണെങ്കിൽ ഉണ്ടാകുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് P.n ആണ്. ഇനി നോൺ യൂണിഫോം ആണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും, അതുപോലെ വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റീസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഗിവൺ ബൈ മൈനസ് ഡെൽ ഡോട്ട് P, ഡൈവർജൻസ് ഓഫ് പോളറൈസേഷൻ ആണ്. ഓക്കെ, ഇനി സ്റ്റാറ്റിക് മാഗ്നറ്റൈസേഷൻ ആണ് ഉള്ളതെങ്കിൽ അവിടെ ബൗണ്ട് വോളിയം കറണ്ട് ഡെൻസിറ്റി ഉണ്ടായിരിക്കും JB, ദാറ്റ് ഈസ് ഗിവൺ ബൈ ഡെൽ ക്രോസ് M. ഓക്കെ, so this is created by the magnetic dipoles inside the material. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റാറ്റിക് കേസ് ആണെങ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, അതുപോലെ മാഗ്നറ്റൈസേഷനും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ,
ഇനി ഒരു നോൺ സ്റ്റാറ്റിക് കേസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നോൺ സ്റ്റാറ്റിക് കേസ് എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ചേഞ്ച് ഇൻ പോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബൗണ്ട് ചാർജസ് ചേഞ്ച് ചെയ്യും. അതായത് നമ്മളൊരു യൂണിഫോം പോളറൈസേഷനുള്ള ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്ന് വയ്ക്കുക, ഒരു മെറ്റീരിയലിൻ്റെ ചെറിയൊരു പാർട്ട് എടുക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ പോളറൈസേഷൻ കാരണം അതിന് സർഫസ് ചാർജ് യൂണിഫോം ആയതുകൊണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ മാത്രമേ ഉള്ളൂ, സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി സിഗ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഒരു സൈഡിൽ മൈനസ് സിഗ്മ ബിയും മറ്റൊരു സൈഡിൽ പ്ലസ് സിഗ്മ ബിയും ഉണ്ട്. ഇനി സപ്പോസ് ഈ പോളറൈസേഷൻ കോൺസ്റ്റൻ്റ് അല്ല, സപ്പോസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്, ഈ പോളറൈസേഷൻ കൂടുകയാണെന്നൊക്കെ, കൂടുന്ന സമയത്ത് ഈ ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും കൂടും അല്ലേ. അപ്പം പോളറൈസേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ബൗണ്ട് ചാർജ് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഇൻക്രീസ് ചെയ്ത് രണ്ട് സൈഡിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നത്? ചാർജസ് ഒരു സർഫസിലേക്ക് വന്ന് ചേരുമ്പോഴാണ് അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇവിടുന്ന് ചാർജസ് ഇപ്പം ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഡെപ്പോസിഷൻസ് കൂടുന്ന സമയത്താണ് ഇവിടെ സർഫസ് ബൗണ്ട് ചാർജസ് കൂടുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ. അപ്പോൾ ആ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ആ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഡി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പോളറൈസേഷൻ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന ബൗണ്ട് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയാണ്. പോളറൈസേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചാർജസ് വന്നു ചേരും. അപ്പോൾ ഇതിൽ കുറച്ച് ചാർജസ് ഇൻക്രീസ് ചെയ്യുക, മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സർഫസ് ബൗണ്ട് ചാർജിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡി സിഗ്മ ബി എന്ന് പറയുന്നത് വന്നു ചേരുന്ന ചാർജ്, ദാറ്റ് ഈസ് ചെറിയ എമൗണ്ട് ഓഫ് ചാർജ് ആയതുകൊണ്ട് ഡി ക്യൂ എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ ഡി എ പെർപെൻഡിക്കുലർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡി എ പെർപെൻഡിക്കുലർ എന്ന് കൊടുക്കാൻ കാര്യം ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഫ്ലോ ചെയ്യുന്ന ചാർജ് ആയതുകൊണ്ടാണ് ഡി എ പെർപെൻഡിക്കുലർ എന്നുള്ള ഏരിയ എടുത്തത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഡി ക്യൂ ഇസ് ഇക്വൽ ടു ഡി സിഗ്മ ബി ഇൻറ്റു ഡി പെർപെൻഡിക്കുലർ എന്ന് വരും. അപ്പോൾ അത് നടക്കാൻ ഈ ഒരു ചേഞ്ച് നടക്കാനെടുത്ത സമയം ഡി ടി ആണെങ്കിൽ കറണ്ട് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഡോ റോ ബി ബൈ ഡോ ടി ഇൻറ്റു ഡി എ പെർപെൻഡിക്കുലർ എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡി എ ബൈ ഡി എ പെർപെൻഡിക്കുലറിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി ഡോ പി ബൈ ഡോ ടി. ഇനി ഈ ഡി ഐ ബൈ ഡി എ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ വോളിയം കറണ്ട് ഡെൻസിറ്റിയാണ്. അപ്പം ഈ ഒരു വോളിയം കറണ്ട് ഡെൻസിറ്റി ക്രിയേറ്റ് ചെയ്തത് പോളറൈസേഷൻ കാരണമായതുകൊണ്ട് അതിനെ പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് ജെ പി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ജെ പി പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി ജെ പി ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്കറിയാം ഒരു ചാർജ് ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചാർജ് കൺസേർവ്ഡ് ആയിരിക്കണം. അപ്പോൾ കൺസർവേഷൻ ലോ ഒബേ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് അറിയാം ജനറൽ ആയിട്ടുള്ള കൺസർവേഷൻ ലോ പറയുന്നത് ഡൽ ഡോട്ട് ജെ പ്ലസ് ഡി റോ ബൈ ഡോ ടി ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0. ഇതാണ് ചാർജ് കൺസർവേഷൻ ലോ പറയുന്നത്. അപ്പോൾ അതിവിടെ ഒബേ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഈ ജെ പിയുടെ ഡൈവർജൻസ് എടുക്കുക, ഡെൽ ഡോട്ട് ജെ പി എടുക്കുക. അപ്പോൾ ഡെൽ ഡോട്ട് ജെ പി എന്നുള്ളത് ഡോ പി ബൈ ഡോ ടി ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡോ പി ബൈ ഡോ ടി, ഡോ ബൈ ഡോ ടിയും ഇതും ഇൻ്റർചേഞ്ച് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇത് സ്പേഷ്യൽ ഓപ്പറേറ്ററാണ്, ഇത് ടൈം ഓപ്പറേറ്ററാണ്. ഓക്കെ, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ ഓപ്പറേറ്റേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ആദ്യം ടൈം ഡെറിവേറ്റീവ് എടുത്തു, എന്നിട്ട് ഡൈവർജൻസ് എടുത്തു. ഇപ്പോൾ ഡെൽ ഡോട്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് റോ ബി ആണ്, ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയാണ്. ഓക്കെ, അത് നമുക്ക് നേരത്തെ ഉള്ള ഇക്വേഷനിൽ നിന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഡെൽ ഡോട്ട് ജെ പി പ്ലസ് ഡോ റോ ബൈ ഡോ റോ ബി ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ അതേ ഫോമിലാണ്, അതുകൊണ്ട് തന്നെ ചാർജ് കൺസർവേഷൻ ഒബേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, നമ്മളിനി ടോട്ടൽ കറണ്ട് ഡെൻസിറ്റിക്കും ടോട്ടൽ ചാർജ് ഡെൻസിറ്റിക്കുള്ള ഡിഫറെൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ അതിന് 2 കോൺട്രിബ്യൂഷനാണുള്ളത്. ഒന്ന് ഫ്രീ ചാർജ് ഡെൻസിറ്റി, അതുപോലെ തന്നെ രണ്ടാമത് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി. അത് പോളറൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഇലക്ട്രിക് പോളറൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുടെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം മൈനസ് ഡെൽ ഡോട്ട് പി ആണ്. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റിക്ക് ഡിഫറെൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഇൻ ദ മെറ്റീരിയൽ.
and there will be bound charge density due to magnetization, and ചേഞ്ച് ഇൻ പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ ദർ വിൽ ബി പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി. ഇങ്ങനെ 3 കോൺട്രിബ്യൂഷനാണ് വോളിയം കറണ്ട് ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ജെ ബി എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എം ആണ്, വേറെ എം ഈസ് ദ മാഗ്നറ്റൈസേഷൻ, പ്ലസ് ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ പി ബൈ ഡോ ടി ആണ്. അത് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഇത്തരം കോൺട്രിബ്യൂഷൻസ് വരുന്ന സമയത്ത് മാക്സ്വെൽസ് ഇക്വേഷന് കുറച്ച് ചേഞ്ചസ് വരും. അതെങ്ങനെയാണ് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗോസസ് ലോ എടുക്കുക. ഗോസസ് ലോ ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നാണ്. അവിടെ റോയ്ക്ക് പകരം റോയ്ക്ക് 2 കോൺട്രിബ്യൂഷൻ ഉണ്ട്, റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് ബി എന്നുള്ള ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഹോൾ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഈ എപ്സിലോൺ 0നെ ഞാൻ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ യു വിൽ ഗെറ്റ് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ എന്ന് വരും. അതുപോലെ ഈ ടേമിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഡെൽ ഡോട്ട് ഡൈവർജൻസ് കോമൺ ആയിട്ട് എഴുതാം. അപ്പോൾ എപ്സിലോൺ 0 ഇ പ്ലസ് പി ഈക്വൽ ടു ഡൈവർജൻസ് ഓഫ് എപ്സിലോൺ 0 ഇ പ്ലസ് പി ഈക്വൽ ടു റോ എഫ് എന്ന് വരും. ഓക്കെ, ഇതിന് ബ്രാക്കറ്റിൽ ഇൻസൈഡിലുള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഡി ഈസ് ഡിഫൈൻഡ് ആസ് എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്നാണ്. ദാറ്റ് ഇസ് അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ ഗോസസ് ലോ എടുക്കുന്ന ഫോം ഇൻസൈഡ് മാറ്റർ ഗോസസ് ലോ ബിക്കംസ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്, വെർ റോ എഫ് ഇസ് ദ വോളിയം ചാർജ് ഡെൻസിറ്റി, ഫ്രീ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗോസസ് ലോ ചേഞ്ച് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ആംബിയസ് ലോ എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന നോക്കാം. ഓക്കെ, ആംബിയസ് ലോ എടുക്കാൻ വേണ്ടിയിട്ട് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ എന്നുണ്ട്. ജെക്ക് 3 കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഒന്ന് ജെ എഫ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുമ്പോൾ ഡെൽ ക്രോസ് എം ഉണ്ടാവും, ചേഞ്ച് ഇൻ പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ ഡോ പി ബൈ ഡോ ടി എന്നുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഒരു ടേം ഉണ്ട്, അതായത് മാക്സ്വെൽസ് കറക്ഷൻ ടേമാണിത്, മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, ഇനി ഇവിടെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ത്രൂ ഔട്ട് ഇവിടെ രണ്ടിൽ നിന്നും മ്യൂ 0 എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ബി ബൈ മ്യൂ 0 ഈക്വൽ ടു, അതുപോലെ ഡെൽ ക്രോസ് എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഡെൽ ക്രോസ് കേള് കോമൺ ആയിട്ട് എഴുതുമ്പോൾ ബി ബൈ മ്യൂ 0 മൈനസ് എം എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഈ 2 ടേമെന്ന് ഡോ ബൈ ഡോ ടി പുറത്തെടുക്കുക. അപ്പോൾ പി പ്ലസ് എപ്സിലോൺ 0 ഇ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഈ ടേമിനെ നമുക്ക് ഡോ ഡി ബൈ ഡോ ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ജെ എഫ് പ്ലസ് ജെ ഡി എന്ന് എഴുതാം. ഈ ടേമിനെ ജെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ഡി ബൈ ഡോ ടി, അപ്പോൾ ഇതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്നും പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷൻ വെച്ചിട്ട് ബി ബൈ മ്യൂ 0 മൈനസ് എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് ആണ്. ഓക്കെ, ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ജെ ഡി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡോ ഡി ബൈ ഡോ ടി എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോം ഓഫ് ആംബിയസ് ലോ ഇൻസൈഡ് മാറ്റർ. ഓക്കെ, അതുപോലെ മറ്റുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ളതിനും ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നുള്ളതിനും ചേഞ്ചസ് ഇല്ല. കാരണം അവിടെ സോഴ്സ് ടേം ആയിട്ടുള്ള റോയോ ജെയോ ഈ ടേംസിൽ ഈ എക്സ്പ്രഷനിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഫോം മാറുന്നില്ല. അപ്പോൾ നമുക്കുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ, ഇൻസൈഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്റർ എഴുതുകയാണെങ്കിൽ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്, ദാറ്റ് ഈസ് ഗോസസ് ലോ, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നു, ഫാരഡേസ് ലോ ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, അത് ചേഞ്ച് ആവുന്നില്ല. ആംബിയസ് ലോ ചേഞ്ച് ആയിട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് വരും. ഓക്കെ, നൗ ഇത് ഡിഫറൻഷ്യൽ ഫോമാണ്. അതിനെ ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പല സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു ഇക്വേഷനെ ഞാൻ മാറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ സപ്പോസ് യു ടേക്ക് ഗോസസ് ലോ, ഇതിനെ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഈ ഇക്വേഷനായിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് 2 സൈഡിലും ഡീറ്റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡീറ്റോ ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ എഫ് ഡീറ്റോ എന്ന് വരും. ഓക്കെ, ഇപ്പോൾ റോ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. ദാറ്റ് മീൻസ് ചാർജ് പെർ യൂണിറ്റ് വോളിയാണ്. അത് വോളിയം ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഗോസസ് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യണം. ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനെ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ എന്നായിട്ട് മാറും. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ മാറ്റർ. ഓക്കെ, ഇനി
ഇതേ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഡെൽ ഡോട്ട് ബി ഇൻ്റഗ്രൽ ഫോമിലേക്ക് ഇങ്ങനെയായിട്ട് എഴുതാം. ഇനി കേൾ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ട് സൈഡിലും ഡി എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഏരിയ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ എന്ന് വരും. റൈറ്റ് സൈഡിൽ ഡി ബൈ ഡി ടി സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ എന്ന് വരും. ഓക്കെ, ഇതേ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തതും മാറ്റാം. അതിൻ്റെ അതായത് ആംബിയസ് ലോ ഇൻ മാറ്റർ ഈ തരത്തിലുള്ള ഒരു ഇൻ്റഗ്രൽ ഫോമായിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാക്സ്വെൽസ് ലോൻ്റെ ഇൻ്റഗ്രൽ ഫോംസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻ്റഗ്രൽ ഫോംസ് ഒന്നുകൂടി എഴുതി. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യുക ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എഫ്. അത് രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മീഡിയം 1 ഉണ്ട്, മീഡിയം 2 എന്ന് പറഞ്ഞാൽ ഈ സർഫസിന് താഴെയുള്ള മീഡിയമാണ്. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ഇക്വേഷനിൽ നിന്ന് ബൗണ്ടറി കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അതിലൊന്ന്, ഇവിടെ രണ്ട് സർഫസ് ഇൻ്റഗ്രലും ഉണ്ട്, രണ്ട് ലൈൻ ഇൻ്റഗ്രലും ഉണ്ട്. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ തരുന്നത് നോർമൽ കമ്പോണൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ്, അതായത് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ലൈൻ ഇൻ്റഗ്രൽ തരുന്നത് പാരലൽ കമ്പോണൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ബൗണ്ടറി കണ്ടീഷൻ കിട്ടും, അതുപോലെ തന്നെ ബിയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ കിട്ടും. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഇയുടെയും എച്ചിൻ്റെയും പാരലൽ കമ്പോണൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് കിട്ടും. അപ്പോൾ ഇതിലുള്ള സ്റ്റെപ്സൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എങ്കിൽ പോലും ഒന്ന് ക്വിക്കായിട്ട് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ ഇക്വേഷൻ എടുത്തു. അത് ഗോസസ് ലോ ഇൻ മാറ്റർ ആണ്. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എഫ് എൻക്ലോസ്ഡ് ആണ്, ഫ്രീ ചാർജ് എൻക്ലോസ്ഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേഫർ തിൻ പിൽ ബോക്സ്, ഗോസിയൻ പിൽ ബോക്സ് എടുത്തു. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, തിക്നെസ് ഈസ് വാനിഷിംഗ്ലി 0 എന്ന് നമുക്ക് പറയാം. ഓക്കെ, വാനിഷിംഗ്ലി തിക്നെസ് 0 ആകുമ്പോൾ ഈ സൈഡ് സർഫസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് വളരെ ചെറുതായതുകൊണ്ട് സൈഡ് സർഫസിൻ്റെ ഏരിയ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈഡ് സർഫസ് ഇൻ്റഗ്രലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ഇനി ഈ ബോക്സിൻ്റെ അപ്പർ സർഫസിൻ്റെ ഏരിയ എ ആണ്, അത് ഈ സർഫസിന് നേരെ മേലോട്ട് കുത്തനെ, അതായത് ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് മേലോട്ടുള്ള ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പം താഴെയുള്ള സർഫസിൻ്റെ ഏരിയ ഈ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് എ തന്നെയാണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു മീഡിയം 1-ൽ ഒരു D1 എന്നുള്ളൊരു വെക്ടർ ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. അതിനെ നമുക്ക് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റായിട്ടും പാരലൽ ആയിട്ടുള്ള കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എടുക്കാമെന്ന് വിചാരിക്കാം, D1 പെർപെൻഡിക്കുലർ. ഓക്കെ, പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എടുക്കുന്ന സമയത്ത് ഡി ഡോട്ട് ഡി എ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ഈ സർഫസ് എന്ന് പറഞ്ഞാൽ അപ്പർ സർഫസിൽ ഇവാലുവേറ്റ് ചെയ്യണം, ലോവർ സർഫസിൽ ഇവാലുവേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാ സൈഡ് സർഫസിലും ഇവാലുവേറ്റ് ചെയ്ത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ അപ്പർ സർഫസ് പ്ലസ് ലോവർ സർഫസ് പ്ലസ് സൈഡ് സർഫസ്. ഇപ്പോൾ സൈഡ് സർഫസ് നമുക്കറിയാം ഇൻ്റഗ്രൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, ബിക്കോസ് സൈഡ് സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വാനിഷിംഗ്ലി 0 ആണ്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അപ്പർ സർഫസിൽ എന്തുണ്ട്, D1 പെർപെൻഡിക്കുലർ മേലോട്ടുണ്ട്, ഡിയുടെ ഡയറക്ഷൻ സെയിം ആണ്, സോ കോസ് 0 എന്ന് വരും. അത് തമ്മിലുള്ള ആംഗിൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആംഗിൾ 0 ആണ്. ലോവർ സർഫസിൽ D2 പെർപെൻഡിക്കുലർ, അത് മേലോട്ടാണ്, പക്ഷേ ഏരിയയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് താഴോട്ടാണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആംഗിൾ 180 ഡിഗ്രി ആണെന്ന് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കോസ് 180 എന്ന് വരും. ഓക്കെ, ഇനി ഇൻ്റഗ്രലിൽ ഈ അപ്പർ സർഫസിൽ എല്ലായിടത്തും ഈ D1 പെർപെൻഡിക്കുലർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് ഇൻ്റഗ്രലിന് പുറത്തോട്ട് എടുക്കാം. D1 പെർപെൻഡിക്കുലർ ഇൻ്റഗ്രൽ DA എന്ന് വരും. ഓക്കെ, മൈനസ് വരാൻ കാര്യം കോസ് 180 എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്,
ഇവിടെ ലോവർ സർഫസിൻ്റെ എല്ലാ പോയിൻറ്റ്സിലും D2 പെർപെൻഡിക്കുലർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ DA എന്ന് വരും. ഓക്കെ, ഇൻ്റഗ്രൽ DA ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ സർഫസ് കിട്ടും. അപ്പർ സർഫസിൻ്റെ ഏരിയ A ആണ്, ലോവർ സർഫസിൻ്റെ ഏരിയ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് A ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്, QF എൻക്ലോസ്ഡ് എന്നാണ്. അപ്പോൾ QF എൻക്ലോസ്ഡ് എങ്ങനെ കാണാം, നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റി F ആണ്. അപ്പോൾ ഈ സർഫസ് കവർ ചെയ്യുന്ന ഏരിയ ചാർജ് കാണണമെങ്കിൽ, എൻക്ലോസ് ചെയ്യുന്ന ചാർജ് കാണണമെങ്കിൽ ഇൻ്റഗ്രൽ സിഗ്മ എഫ് DA ചെയ്യണം. അപ്പോൾ സിഗ്മ എഫ് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ DA ചെയ്യുമ്പോൾ സിഗ്മ എഫ് DA എന്ന് വരും. സോ ദിസ് ഇസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗൗസിയൻ പിൽ ബോക്സ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സിഗ്മ എഫ് A എന്ന്. അപ്പോൾ അതിൽ നിന്നെല്ലാം A കോമൺ ആയിട്ട് A കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്കിങ്ങനെ കിട്ടും. നമുക്ക് പറയാം ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ ആൻ എമൗണ്ട് ഈക്വൽ ടു സർഫസ് ഫ്രീ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എഫ്. ഓക്കെ, അപ്പോൾ ഇതേ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് സെയിം ആർഗ്യുമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം ഫോർ ദി സെക്കൻഡ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതേ തരത്തിൽ തന്നെ പ്രൊസീഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബിയുടെ നോർമൽ കമ്പോണൻറ്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യാം. അത് നമുക്ക് B1 പെർപെൻഡിക്കുലർ മൈനസ് B2 പെർപെൻഡിക്കുലർ ഈക്വൽ ടു 0 എന്ന് വരും. 0 എന്ന് വരാൻ കാര്യം ഇവിടെ റൈറ്റ് സൈഡിൽ അതിന് സോഴ്സസ് ഒന്നുമില്ല, ഇത് 0 ആയതുകൊണ്ട് ഇവിടെയും 0. അപ്പോൾ നമുക്കറിയാം നോർമൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ് അക്രോസ് എ ബൗണ്ടറി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് പാരലൽ കമ്പോണൻറ്റ് ബൗണ്ടറി കണ്ടീഷൻ ഫോർ ദ പാരലൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H ആണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തേർഡ് ഇക്വേഷൻ എടുക്കുന്നു. ഇപ്പോൾ തേർഡ് ഇക്വേഷൻ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം E.dl. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഗൗസിയൻ പിൽ ബോക്സിന് പകരം ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. ലൂപ്പിൻ്റെ ലെങ്ത്ത് L ആണ്, ഇതിൻ്റെ തിക്നെസ് 0 ആണ്. ഇങ്ങോട്ടുള്ള ലെങ്ത്തും, അതായത് റെക്റ്റാങ്കുലർ ലൂപ്പാണ്, അതിന് ലെങ്ത്ത് L ഉണ്ട്. ഓക്കെ, തിക്നെസ് വാനിഷിംഗ്ലി 0 ആണ്. ഓക്കെ, നൗ അപ്പർ സൈഡിൽ അതായത് ഈ ബൗണ്ടറിയുടെ മേലത്തെ മെറ്റീരിയൽ, അതായത് ഇതൊരു ബൗണ്ടറിയാണ്, അതിന് രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയാണിത്. ഓക്കെ, ഇപ്പോൾ മീഡിയം 1-ൽ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റായിട്ടും പാരലൽ കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പാരലൽ കമ്പോണൻറ്റ് അപ്പർ സർഫസിലുള്ള കമ്പോണൻറ്റ്, അപ്പർ മീഡിയത്തിലുള്ള പാരലൽ കമ്പോണൻറ്റ് E1 പാരലലും, ലോവർ മീഡിയത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ പാരലൽ കമ്പോണൻറ്റ് E2 പാരലൽ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒരു സർഫസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യാം. ആ സർഫസ് കറണ്ട് KF ആണ്. ഓക്കെ, സർഫസ് കറണ്ട് ഡെൻസിറ്റി KF. ഇനി നമുക്ക് ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, അതിൽ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് E.dl കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to B ചെയ്തു, B to C ചെയ്യുക. B to C എന്ന് പറയുമ്പോൾ എഡ്ജ് ആണ്, അവിടെ ലെങ്ത്ത് 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിരിക്കും. പിന്നെ C to D ചെയ്യുക, അത് എക്സിസ്റ്റിംഗ് ആയിരിക്കും. D to A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് വാനിഷിംഗ്ലി 0 ആയതുകൊണ്ട് ഇതും 0 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആദ്യത്തെയും മൂന്നാമത്തെയും ടേം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇനി ആദ്യത്തെ ടേമിന് E1 പാരലൽ DL കോസ് തീറ്റ എന്ന് വരും. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ E1 പാരലൽ ഇങ്ങോട്ടാണ്, DLും ഇങ്ങോട്ടാണ്. ഓക്കെ, ഒരേ ഡയറക്ഷനാണ്, അതുകൊണ്ട് കോസ് 0 എന്ന് വരും. E1 പാരലൽ DL എന്ന് വരും. E1 പാരലൽ DL എന്ന് പറഞ്ഞാൽ E1 ഈ ഒരു ലെങ്ത്തിൽ E1 കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ E1 പാരലൽ ഇൻ്റഗ്രലിന് പുറത്തോട്ട് വന്നു, ഇൻ്റഗ്രൽ A to B DL എന്ന് വരും. A to B DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ലെങ്ത്താണ്, ദാറ്റ് ഈസ് E1 പാരലൽ L എന്ന് വരും. സിമിലർലി രണ്ടാമത് ചെയ്യുന്ന സമയത്ത് DLൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും E2 പാരലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ തീറ്റ 180 ഡിഗ്രി ആയതുകൊണ്ട് ഒരു മൈനസ് സൈൻ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ E2 പാരലൽ DL ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ DL എന്ന് വരിക. അപ്പോൾ അത് ചെയ്താൽ E2 പാരലൽ L എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് E1 പാരലൽ ഇൻറ്റു L മൈനസ് E2 പാരലൽ ഇൻറ്റു L എന്ന് വരും. റൈറ്റ് സൈഡിലുള്ള നമുക്ക് മൈനസ് D/dt
ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ആണ്. അതിൽ ഏത് സർഫസാണ്? ഈ ലൂപ്പ് കവർ ചെയ്യുന്ന സർഫസാണ് വേണ്ടത്. അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പക്ഷേ ബ്രെഡ്ത്ത് ഓൾമോസ്റ്റ് 0 ആയതുകൊണ്ട് ഈ സർഫസ് 0 ആണ്. അതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ 0 ആണ്. സർഫസ് ഏരിയ 0 ആകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സർഫസ് 0 ആയിട്ട് വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് എൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ E1 പാരലൽ മൈനസ് E1 പാരലൽ മൈനസ് E2 പാരലൽ ഈക്വൽ ടു 0 എന്ന് വരും. സോ ദിസ് ദ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ദ പാരലൽ കമ്പോണൻറ്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇതേ പ്രൊസീജിയറിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ പാരലൽ കമ്പോണൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യാം. അപ്പോൾ അവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് H1 പാരലൽ ഇൻറ്റു എൽ മൈനസ് H2 പാരലൽ ഇൻറ്റു എൽ എന്ന് വരും. ഒരേ ആർഗ്യുമെൻ്റാണ് ചെയ്യുക. പക്ഷേ റൈറ്റ് സൈഡിൽ ഈ സർഫസ് ഇൻ്റഗ്രൽ 0 ആയിരിക്കും, ബിക്കോസ് സർഫസ് ഏരിയ വാനിഷിംഗിലി 0 ആയതുകൊണ്ട്. ഓക്കെ, ആ ലൂപ്പിൻ്റെ തിക്നെസ് 0 ആയതുകൊണ്ട് ഈ ടേം പോവും. പക്ഷേ ഇവിടെ IF എൻക്ലോസ്ഡ് എന്നുള്ള ടേം റിമൈൻ ചെയ്യും. അപ്പോൾ IFനെ നമുക്ക് സർഫസ് കറണ്ട് ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് എഴുതാം. സർഫസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് നോർമലി പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, അതായത് ഈ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു തരത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. KF ഡോട്ട് N ക്രോസ് L എന്നാണ്. അപ്പോൾ അതിനൊന്ന് ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് സൈക്ലിക് ആയിട്ട് മാറ്റുന്ന സമയത്ത് KF ക്രോസ് N ഡോട്ട് L എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ KF ക്രോസ് Nൻ്റെയും Lൻ്റെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് KF ക്രോസ് N L എന്ന് എഴുതാം. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് KF ക്രോസ് N ഇൻറ്റു L. അപ്പോൾ അതിൽ നിന്നും L ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ബൗണ്ടറി കണ്ടീഷനായിട്ട് നമുക്ക് കിട്ടുന്നത് H1 പാരലൽ മൈനസ് H2 പാരലൽ ഈക്വൽ ടു KF ക്രോസ് N എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ബൗണ്ടറി കണ്ടീഷൻസ് സമ്മറൈസ് ചെയ്താണെങ്കിൽ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ ആൻ എമൗണ്ട് ഈക്വൽ ടു ഫ്രീ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. നോർമൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ് അക്രോസ് എ ബൗണ്ടറി എന്ന് പറയാം. ആൻഡ് പാരലൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ് അക്രോസ് എ ബൗണ്ടറി. The parallel component of magnetic field intensity is discontinuous by an amount equal to surface current density KF എന്ന് ഫ്രീ സർഫസ് കറണ്ട് ഡെൻസിറ്റി KF എന്ന് പറയാം. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ എ ലീനിയർ മീഡിയം. ലീനിയർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എ ലീനിയർ മീഡിയം? പേപ്പർ 1-ലുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ലീനിയർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റൈസേഷൻ പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി M ഈസ് പ്രൊപ്പോർഷണൽ ടു H ആവുന്ന തരത്തിലുള്ള മീഡിയത്തിനെ പറയുന്ന പേരാണ് ലീനിയർ മീഡിയം എന്ന് പറയുന്നത്. ഇവിടെ ε0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. chi എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മീഡിയം ആണ്. chi m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മീഡിയമാണ്. ഓക്കെ, ഇപ്പോൾ ലീനിയർ ഇങ്ങനെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള മീഡിയം ആവുന്ന സമയത്ത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിനെ നമുക്ക് എപ്സിലോൺ E എന്ന് എഴുതാം. വേർ എപ്സിലോൺ എന്ന് പറയുന്നത് ε0 1 പ്ലസ് chi E ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മ്യൂ കണ്ടുപിടിക്കാം. നമുക്കറിയാം H ഇസ് ഇക്വൽ ടു B ബൈ μ0 മൈനസ് M ആണ് എന്നറിയാം. ഓക്കെ, B ബൈ μ0 മൈനസ് എമ്മിന് പകരം നമ്മൾ chi m H എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് B എന്നുള്ളതിന് ഒരു എക്സ്പ്രഷൻ എഴുതാം. H ഇൻറ്റു 1 പ്ലസ് chi m ഈക്വൽ ടു B ബൈ μ0 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അതിൽ നിന്നും B ഈക്വൽ ടു μ0 ഇൻറ്റു 1 പ്ലസ് chi m ഇൻറ്റു H എന്ന് എഴുതാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് Hനെ നമുക്ക് 1 ബൈ മ്യൂ ഇൻറ്റു B എന്ന് എഴുതാം. വേർ മ്യൂ ഇസ് ഈക്വൽ ടു μ0 1 പ്ലസ് chi m. ഓക്കെ, ഇത്തരത്തിൽ നമുക്കത് ഡിറൈവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ എഴുതിയിരിക്കുന്ന ഇതും നമുക്ക് ഡിറൈവ് ചെയ്യാം യൂസിങ് ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഓക്കെ, നൗ ഈ ഒരു ലീനിയർ മീഡിയത്തിൽ നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മുന്നേ കിട്ടിയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ്, അതായത് D1 പെർപെൻഡിക്കുലറിനെ നമുക്ക്
ഇത് വെച്ചിട്ട് ε1 E1 പെർപെൻഡിക്കുലർ എന്ന് എഴുതാം. ഈ ε1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം 1ൻ്റെ പെർമിറ്റിവിറ്റിയാണ്. ε2 എന്ന് പറഞ്ഞാൽ മീഡിയം 2ൻ്റെ പെർമിറ്റിവിറ്റിയാണ്. അപ്പോൾ D2 പെർപെൻഡിക്കുലറിനാണ് ε2 E2 പെർപെൻഡിക്കുലർ എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ്. E1 പാരലൽ കമ്പൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡും നോർമൽ കമ്പൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അതിന് ചേഞ്ചസ് ഒന്നുമില്ല, അതുപോലെ തന്നെ എഴുതി. ഇനി H1 പാരലലിനെ നമുക്ക് B1 പാരലൽ ബൈ μ1 എഴുതി. μ1 എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് മീഡിയം, μ2 എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ദ സെക്കൻഡ് മീഡിയം. അപ്പോൾ H2 പാരലലിനെ B2 പാരലൽ ബൈ μ2 എന്ന് എഴുതി. KF ക്രോസ് N അതുപോലെ തന്നെ എഴുതി. ഓക്കെ, സോ ദിസ് ഇസ് ദ ബൗണ്ടറി കണ്ടീഷൻ ഫോർ എ ലീനിയർ മീഡിയം. ഇനി ഈ ഫ്രീ ചാർജ് ഡെൻസിറ്റീസും ഫ്രീ കറണ്ട് ഡെൻസിറ്റീസും ഒക്കെ 0 ആണെങ്കിൽ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സോഴ്സ് ടേമൊക്കെ ക്യാൻസൽ ചെയ്തതിന് 0 എന്നായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ സർഫസ് കറണ്ട് ഡെൻസിറ്റീസും സർഫസ് ചാർജ് ഡെൻസിറ്റീസും ഇല്ല എങ്കിൽ നോർമൽ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ നോർമൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ പാരലൽ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ പാരലൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിരിക്കും. അതിന് കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. താങ്ക് യു.